അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് മുണ്ടക്കയം ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആദരണീയനായ അബ്ദുൽ റഊഫ് അൽ അമാനിയാണ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു മാനവ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക അഭിവൃദ്ധി. അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആനിൻ്റെ വിശുദ്ധ വചനങ്ങളിലൂടെ നാം കണ്ണു പായിക്കുമ്പോൾ പ്രഥമതലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സമ്പത്ത് എന്ന അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ പ്രസക്തമായ നിലയിൽ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ. സമ്പത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതിക ജീവിതത്തിലെ അലങ്കാരമാണത്. ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യുംദിദുക്കും ബി അംവാലിൻ വ ബനീൻ, നിങ്ങളെ സമ്പത്ത് കൊണ്ടും സന്താനം കൊണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായി വരുന്നത് ദാനധർമ്മമാണ്, സദഖയാണ്. ഒരു ലോകത്തേക്ക് പിറന്നു വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞിനു വേണ്ടി അഖീഖ എന്ന പേരിൽ ദാനധർമ്മം നിർവഹിക്കണം. വിവാഹം കഴിച്ചാൽ വലീമ എന്ന പേരിൽ ദാനം നിർവഹിക്കണം. നോമ്പ് പിടിപ്പിക്കുന്നവർക്ക് നോമ്പ് തുറ വിഭവങ്ങൾ നൽകി അവരെ ആദരിച്ചുകൊണ്ട് ദാനധർമ്മം നിർവഹിക്കണം. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ ദാനധർമ്മത്തിന്റെ സുന്ദരമായ മുഖങ്ങളാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇസ്ലാം മാലോകരെ ബോധിപ്പിക്കുന്ന അവന്റെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം ദാനം ചെയ്യുക എന്ന സക്കാത്ത് എന്ന സമ്പ്രദായം. നിശ്ചിത തുകയിൽ കൂടുതൽ കൈവശമുള്ളവൻ, നിശ്ചിത പരിധിയിൽ കൂടുതൽ സമ്പത്ത് കൈവശമുള്ളവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിശ്ചിത ഭാഗം പാവപ്പെട്ടവന്, അവശത അനുഭവിക്കുന്നവന് നൽകണം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസക്തി എത്രമാത്രമാണ്. കേവലം നൽകാനുള്ള പ്രോത്സാഹനം മാത്രമല്ല, നൽകാൻ നിർബന്ധിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ സ്വർണവും വെള്ളിയുമെല്ലാം നിധി പോലെ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് അനുഗ്രഹീതമായ റമദാനിന്റെ പകൽ ദിനങ്ങളെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നാം ധന്യമാക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന, നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട, നമ്മുടെ നാട്ടുകാരിൽപ്പെട്ട പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് നമ്മുടെ നിർബന്ധദാനമായും നമ്മുടെ സദഖകളായും നമ്മുടെ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു.